അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തസ്ഹീഹുൽ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള ഫിഖ്ഹ് പഠന പരമ്പരയിൽ കിതാബുസ്സലാ നിസ്കാരം എന്ന ഭാഗത്ത് ബാബുൽ അദാനി വൽ ഇഖാമ ബാങ്കും ഇഖാമത്തും എന്ന അധ്യായമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അഞ്ചാമത്തെ ഫസ്ൽ, അഞ്ചാമത്തെ ഉപാധ്യായമായ ഹുക്മുഹുമാ ലിസ്സലവാത്തിൽ ഖംസ്, 5 നേര നമസ്കാരങ്ങൾക്ക് ബാങ്കിനെയും ഇഖാമത്തിൻ്റെയും വിധി എന്ന ഭാഗത്ത് 1278 മസ്അലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ചക്കെടുത്തത്. അത് പൂർത്തിയായിട്ടില്ല. ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞു, 5 നേര നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും ശർആക്കപ്പെട്ടതാണ്. ജമാഅത്തുകൾക്ക് ഇത് ഫർള് കിഫായയാണ്, അഥവാ ആരെങ്കിലുമൊക്കെ നിർവഹിച്ചാൽ തന്നെ എല്ലാവരുടെയും ബാധ്യത തീരും എന്ന് പറഞ്ഞു. ബാങ്ക് കേൾക്കാത്ത ഒരു പ്രദേശത്താണെങ്കിൽ എല്ലാ നിസ്കാരത്തിനും ജുമുഅക്കുമൊക്കെ അവിടെ ബാങ്കും ഇഖാമത്തും വിളിക്കുകയാണ് വേണ്ടത്. ബാങ്ക് കേൾക്കുന്ന പ്രദേശമാണെങ്കിൽ ആ കേൾക്കുന്ന ബാങ്ക് കൊണ്ട് സാമൂഹ്യ ബാധ്യത അവിടെ നിർവഹിക്കപ്പെട്ടു എന്നത് പറഞ്ഞു. അതേപോലെ വിശ്വസ്തനായ ഒരു ബാങ്കുകാരനാണെങ്കിൽ നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും കാര്യത്തിൽ അയാളെ ആശ്രയിക്കൽ, അയാളെ അവലംബിക്കൽ ജായിസാണ്. അതാണ് അവസരം നമ്മൾ വായിച്ചത്. അപ്പോൾ യജൂസുൽ ഇഅ്തിമാദു അലൈഹി ഫി സ്വലാത്തി വസ്സൗമി, നിസ്കാരത്തിലും നോമ്പിലും ഈ വിളിച്ചു പറയുന്നവനെ അവലംബിക്കാം, അത് അനുവദനീയമാണ്. വിശ്വസ്തനായ നീതിമാനായ മുഅദ്ദിനാണ് എങ്കിൽ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കാൻ സമയമായി, നോമ്പ് ആരംഭിക്കാൻ സമയമായി, നോമ്പ് അവസാനിപ്പിക്കാൻ സമയമായി എന്നൊക്കെ ആ ബാങ്കിനെ നമുക്ക് അടിസ്ഥാനമായി സ്വീകരിക്കാം. അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നീട് മാസപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെയാണ് ആ മസാല പൂർത്തിയാകാതെ അവിടെ നിന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഇന്നലെ നടത്തിയ പ്രൂഫ് പോയിൻ്റ് എന്ന പ്രോഗ്രാം മാസപ്പുറവുമായി ബന്ധപ്പെട്ട വളരെ വിശദമായ നല്ലൊരു ചർച്ച, ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് സമയം ആ വിഷയം മാത്രം വെച്ചുകൊണ്ട് നല്ല ഗുണകാംക്ഷയോടെ ഗഹനമായ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടാൽ നന്നാകും. എല്ലാ വ്യാഴാഴ്ചയും നടത്താറുള്ള ഒരു പ്രോഗ്രാമാണ് പ്രൂഫ് പോയിൻ്റ്. ഇത്തരം വിഷയങ്ങളൊക്കെ പ്രമാണങ്ങൾ എന്തു പറയുന്നു എന്ന് വളരെ ഗുണകാംക്ഷയോടെ വൈജ്ഞാനികമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണത്. എല്ലാ വ്യാഴാഴ്ചയും ഇഷായ്ക്ക് ശേഷം 8:15 ആരംഭിച്ച് 9-9:15 അവസാനിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ ഇന്നലെ 3 വിഷയങ്ങളിൽ ഒന്ന് മാസപ്പിറവിയായിരുന്ന വിഷയം, ഏതാണ്ട് 40 മിനിറ്റോളം ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ വേണമെങ്കിൽ അതിന് ലിങ്ക് വരും. കേൾക്കാത്തവരുണ്ടെങ്കിൽ ലൈവായി കേട്ടവരുണ്ടാകും, അല്ലാത്തവർ കേൾക്കാൻ സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഒരാൾ നിർവഹിച്ചാൽ തന്നെ ബാധ്യത പൂർത്തിയായി എന്ന് പറഞ്ഞു. ആ ബാങ്കിനെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നോമ്പിൻ്റെ കാര്യത്തിലും നമുക്ക് അവലംബമാക്കാം, അനുവദനീയമാണ്. തെളിവ് ലിമാ റവാ മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഖാൽ, മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് തെളിവ്. അദ്ദേഹം പറയുന്നു, അതൈതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ നഫരിൻ മിൻ ഖൗമി, ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. ഫീ നഫരിൻ മിൻ ഖൗമി, എൻ്റെ ഖൗമിൽപ്പെട്ട ഒരു സംഘത്തിൻ്റെ കൂടെ ഞാൻ നബിയുടെ അടുക്കൽ ചെന്നു. നഫർ എന്ന് പറഞ്ഞ സംഘം എന്നാണ് അർത്ഥം. അപ്പം എൻ്റെ ഖൗമിൽ, എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള
ഒരു വിഭാഗം ആളുകളോടൊപ്പം ഞാനും നബിയെ കാണാനായി ചെന്നു. ഫഅഖംനാ ഇൻദഹു 20 ലൈല. അങ്ങനെ ഞങ്ങൾ നബിയുടെ അടുക്കൽ 20 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചു. മദീന പള്ളിയിൽ നബിയുടെ സമീപത്ത് 20 ദിവസം ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. വക്കാന റഹീമൻ റഫീഖ. നബി ഞങ്ങൾ ഏറെ കാരുണ്യവാനും അങ്ങേയറ്റം റിഫ്ഖ് ഞങ്ങളോട് കരുണയുള്ള കൃപയുള്ള ആളുമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലമ്മാ റഅ ശൗഖന ഇലാ അഹാലീന. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ട് എന്ന് നബിക്ക് മനസ്സിലായപ്പോൾ 20 ദിവസം താമസിച്ചു. ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോയാൽ തിരക്കേടില്ല, കുടുംബത്തെ കാണാൻ താല്പര്യമുണ്ട് എന്ന് ഞങ്ങളൊരു ആഗ്രഹമുണ്ട് എന്ന് നബി ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ആയപ്പോൾ നബി അങ്ങോട്ട് പറഞ്ഞു, ഖാല നബി ഞങ്ങൾ പറഞ്ഞു, ഇർജിഉ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. അപ്പോൾ ദീന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ കൂടി 20 ദിവസം താമസിച്ചു. കുറേ കാര്യങ്ങൾക്ക് നബീന്ന് ചോദിച്ചും കേട്ടൊക്കെ മനസ്സിലാക്കി. ഇനി ഞങ്ങൾ മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളുക. ഫകൂനു ഫീഹിം. അങ്ങനെ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവുക. വഅല്ലിമൂഹും അവർക്ക് നിങ്ങൾ ദീനീ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇപ്പോൾ കുറേ പഠിച്ചല്ലോ, അതൊക്കെ അവിടെ പോയിട്ട് നാട്ടിലൊക്കെ നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുക. വസല്ലു നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്യണം. ഫൈദാ ഹദറത്തിസ് സ്വലാ നമസ്കാര സമയമായാൽ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും നിങ്ങൾ ഒരാൾ ബാങ്ക് വിളിക്കട്ടെ. വൽയഉമ്മക്കും അക്ബറുക്കും നിങ്ങൾ വലിയവർ ഇമാമ നിൽക്കുകയും ചെയ്യട്ടെ എന്ന് നബി ഞങ്ങൾ അവിടെ നിർദ്ദേശം നൽകി. അതപ്പോൾ നമ്മുടെ അധ്യായവുമായി ബന്ധമുള്ള ഭാഗം അതാണ്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ചെന്നാൽ നിസ്കരിക്കുക, ജമാഅത്തായാണ് നിസ്കരിക്കേണ്ടത്. ഒരാൾ ബാങ്ക് വിളിക്കണം സമയമായാൽ. അതേപോലെ കൂട്ടത്തിൽ മുതിർന്നവരാരോ അവർ ഇമാമ നിൽക്കട്ടെ. മുതിർന്നവർ എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടാവാം, അറിവ് കൊണ്ടുമാകാം. ഇമാമത്തിന് വ്യത്യസ്തമായ പരിഗണനയാണ്. ഒന്നാമത്തെ പരിഗണന അറിവിലാണ്. അഖ്റഉഹും ലികിതാബില്ലാ എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല, അല്ലാഹുവിന്റെ കിതാബ് നന്നായി പാരായണം ചെയ്യുന്നവർ, അത് ഇഫ്ളും അതിൻ്റെ അറിവുമടക്കമാണ്. ഖുർആനിലുള്ള അറിവടക്കമാണ്. അത് കേവലം ഇഫ്ള് എന്ന് മാത്രമല്ല, ഖുർആൻ്റെ കാര്യത്തിൽ അറിവുള്ളവർ എന്ന അർത്ഥത്തിലാണ്. അതിൽ എല്ലാവരും ഒരുപോലെയാണ് എങ്കിൽ, ഇപ്പോൾ കുറേ ആലിമീങ്ങൾ ഒന്നിച്ച് പള്ളിയിൽ കയറി, എല്ലാവരും ഇൽമുള്ളവരാണ്, എല്ലാവരും ഖുർആൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ് എങ്കിൽ പിന്നെ ഫഅല മുഹമ്മദ് സുന്നത്തി റസൂലില്ലാ എന്നാണ്. നബി ഞങ്ങളുടെ സുന്നത്തിൽ കൂടുതൽ അവഗാഹമുള്ളത് ആരാണോ ആ കൂട്ടത്തിൽ. ഖുർആൻ്റെ കാര്യത്തിൽ ഒരുപോലെയാണ്, ഹദീസിൻ്റെ വിഷയത്തിൽ കൂടുതൽ അവഗാഹമുള്ളവരാരാണോ അവരാണ് ഇമാമ നിൽക്കേണ്ടത്. അതിലും ഒരുപോലെയാണെങ്കിൽ പിന്നെ പറഞ്ഞ പ്രായമാണ്. കൂട്ടത്തിൽ മുതിർന്നവരാരാണോ പ്രായമുള്ളവരാരാണോ അവർ ഇമാമ നിൽക്കട്ടെ. ഇവിടെ ഒരു പക്ഷേ ആർത്ഥത്തിലായിരിക്കാം, ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. നബി അടുത്ത് വന്നു, 20 ദിവസം താമസിച്ചു, എല്ലാവരും പഠിച്ചു തിരിച്ചു പോവുകയാണല്ലോ. അപ്പം നിങ്ങളിൽ മുതിർന്നവർ എന്നൊരു പക്ഷേ പ്രായം കൊണ്ടാവാം, ഇനി അതല്ല അറിവിൻ്റെ കാര്യത്തിലും ആവാം. നിങ്ങളിൽ വലിയവർ ഇമാമ നിൽക്കുകയും ചെയ്യട്ടെ. റവാഹുൽ ബുഖാരി വ മുസ്ലിമുൻ. അതാണ് ഒരു തെളിവ്. എന്തിന്? ഒരാൾ നിർവഹിച്ചാൽ മതി ബാധ്യത വീടാൻ എന്ന് തെളിവ്. അപ്പം എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കാൻ ആവശ്യമില്ല, കൂട്ടത്തിൽ ഒരാൾ ബാങ്ക് കൊടുത്താൽ മതി. ഇവിടെ ഫൽയുഅദ്ദിൻ ലക്കും അഹദുക്കും എന്ന് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് വിളിക്കട്ടെ. അപ്പോൾ ഒരാൾ ബാങ്ക് വിളിച്ചാൽ തന്നെ ബാങ്ക് എന്ന ബാധ്യത ഫർള് അവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു എന്നർത്ഥം. വലിമാ സബത അൻ അബിദ്ദർദാ റളിയല്ലാഹു അൻഹു ഖാല. അബൂദർദായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസുമാണ് തെളിവ്. അദ്ദേഹം പറഞ്ഞു, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു, മാ മിൻ സലാസത്തിൻ ലാ യുഅദ്ദനു വലാ തുഖാമു ഫീഹിമുസ് സ്വലാ ഇല്ലാ ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ. നബി തങ്ങൾ പറഞ്ഞു, മാ മിൻ സലാസ ഏതൊരു മൂന്നാളും തന്നെ ഇല്ല, ലാ യുഅദ്ദനു വലാ തുഖാമു ഫീഹിമുസ് സ്വലാ അവിടെ ബാങ്ക് വിളിക്കപ്പെടുന്നുമില്ല, നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്നുമില്ല. അങ്ങനെ 3 ആളുകൾ ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ, ഇവിടെ നാട്ടിൽ 3 ആളുണ്ട് ആകെ, ആ 3 ആളുണ്ടായിട്ട് അവിടെ ബാങ്ക് കൊടുക്കുന്നില്ല, ഓരവിടെ ജമാഅത്തായി നിസ്കരിക്കുന്നുമില്ല എങ്കിൽ ഇല്ലാ ഇസ്തഹവദ അലൈഹിമുശ് ശൈത്വാൻ അവരെ മേൽ പിശാച് ആധിപത്യം നേടാതിരിക്കുകയില്ല. അവർ 3 ആളുള്ളിടത്തുള്ള ബാധ്യതയാണ് ബാങ്ക് വിളിക്കുക, ഉള്ളവർ അവിടെ ജമാഅത്തായി നിസ്കരിക്കുക. ഇല്ലെങ്കിൽ ആ നാട്ടിൽ ആ ആളുകളിൽ പൈശാചികാധിപത്യമുണ്ടാകും. ഫഅലൈക ബിൽ ജമാഅ
അതിനാൽ ഫഅലൈക നീ നിർബന്ധമാക്കുക ബിൽ ജമാഅ ജമാഅത്തിന്റെ കാര്യം നീ നിർബന്ധമാക്കുക. ഫഇന്നൽ ലിഅബ യഅകുലു ശാത്തൽ ഖാസിയ ഫഇന്നൽ ലിഅബ തീർച്ചയായും ചെന്നായ യഅകുലു അശാത്തൽ ഖാസിയ ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ ഭക്ഷിക്കുക. ആട്ടിൻകൂട്ടം ഒന്നാകെ പോകുമ്പോൾ ചെന്നായ പിടിക്കൂല. ആ കൂട്ടത്തിൽ നിന്ന് ഒരാട് പിന്നിക്ക് നിന്നാൽ ഒറ്റപ്പെട്ട് നിന്നാൽ ആ ആടിനെ മേൽ ചാടി വീണ് ചെന്നായി അതിനെ ആക്രമിക്കും. അവിടെ സംഘമായി നിൽക്കുക, ജമാഅത്തായി എല്ലാവരും ഒന്നിച്ച് സംഘമായി നിൽക്കുക. ജമാഅത്തിലേക്കില്ല, കൂട്ടായ്മയിലേക്കില്ല, സംഘത്തിലേക്കില്ല, ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് എന്നാണെങ്കിൽ പിശാചവനെ പിടികൂടും. അതിനുള്ള ഉദാഹരണമായിട്ട് നബി തങ്ങൾ പറഞ്ഞത് ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ പിടിക്കും. എല്ലാവരും ഒന്നിച്ച് നിൽക്കുമ്പോൾ ജമാഅത്തിന് പള്ളി വരുന്നു, എല്ലാവരും ഒപ്പം കാണുന്നു, എല്ലാവരും ഒന്നിച്ചുണ്ടാകുന്നു. അത് പരസ്പരം ഈമാൻ ശക്തിപ്പെടാൻ നിമിത്തമായി മാറും. പരസ്പരം കാണുകയും ഉപദേശം നൽകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മടയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയും. എന്നാൽ ഒറ്റപ്പെട്ട് നിന്നാൽ അവൻ തെറ്റിപ്പോയാലും ഒരാളും ഓനെ ഉപദേശിക്കാനോ ഓനെ കാര്യത്തിൽ ഇടപെടാനോ ഒരാളും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ജമാഅത്തോടൊപ്പം നിൽക്കുക, ഒറ്റപ്പെട്ട ആടിനെയാണ് ചെന്നായ ഭക്ഷിക്കുക എന്നുകൂടി നബി തങ്ങൾ പറഞ്ഞു. ഈ ഹദീസും അതിന് തെളിവാണ്. വഹുമ ഇത് രണ്ടും അഥവാ ബാങ്കും ഇഖാമത്തും എന്നത് മിൻ ശആഇരിൽ ഇസ്ലാം അല്ലാഹിറ ഇസ്ലാമിൻ്റെ പ്രകടമായ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ ഷിആർ മതചിഹ്നം അല്ലാഹിറ ലാഹിറായ പ്രത്യക്ഷമായ മതചിഹ്നമാണ് ബാങ്ക്, ജമാഅത്ത് നിസ്കാരം എന്നിവയൊക്കെ പ്രത്യക്ഷമായ ചിഹ്നമാണ്. യുഖാതലു അഹ്ലു ബലദിൻ തറകൂഹുമാ ബാങ്കും ജമാഅത്തും ഒഴിവാക്കിയ ഒരു നാട്ടുകാർ ആ നാട്ടുകാർ യുദ്ധം ചെയ്യപ്പെടാം. ഫീ ഖൗലി ജുംഹൂരി അഹ്ലിൽ ഇൽമി പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായത്തിൽ ഒരു നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ടായിട്ട് അവരാരും ആ നാട്ടിൽ ബാങ്ക് വിളിക്കുന്നില്ല, ആ നാട്ടിൽ ജമാഅത്ത് നിസ്കാരമില്ല, ഈ രണ്ട് പ്രത്യക്ഷമായ മതചിഹ്നങ്ങൾ അവരവിടെ സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ അത് മതിയായ കാരണമാണ് എന്ന് ഭൂരിപക്ഷ അഭിപ്രായമുണ്ട്. ഫിഖഹിലുള്ള ചർച്ചയാണത്. വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഷാഫി മദബിലൊക്കെ യുദ്ധം ചെയ്യേണ്ടതില്ല, എന്നാൽ അവരോട് അതിനെക്കുറിച്ച് താക്കീത് ചെയ്യലും അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കലും ബാങ്ക് വിളിക്കാൻ വേണ്ട ഉപദേശം നൽകിയതും ഒക്കെ ബാധ്യതയാണ് എന്ന് കാണാൻ കഴിയും. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്രകാരം ഒരു നാട്ടിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാവുകയും എന്നിട്ടും അവർ ബാങ്ക് വിളിക്കാനോ ജമാഅത്ത് നടപ്പാക്കാനോ തയ്യാറാകുന്നില്ല, ആ നാട്ടിലെവിടെയും ബാങ്ക് കേൾക്കൂല, ആരും ബാങ്ക് വിളിക്കൂല, ഇവിടെ പങ്കെടുന്നും വേണ്ട എന്ന് നിൽക്കാണ് എങ്കിൽ അവരോട് ഏറ്റുമുട്ടാൻ വരെ അത് മതിയായ കാരണമാണ് എന്നുവരെ. അപ്പം എത്രമാത്രം വലിയ മതചിഹ്നമാണ് ഇത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ലിമാറം അൽ ബുഖാരിയു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് അതിന് തെളിവ്. ഏറ്റുമുട്ടണം എന്ന് പറയാൻ തെളിവ് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ്. അനസ് ഇബ്നു മാലിക് അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന ഇദാ ഗസാ ബിനാ ഖൗമൻ അനസ് ഇബ്നു മാലിക് പറയാണ്, നബി തങ്ങൾ ഞങ്ങളെയും കൊണ്ട് ഒരു സംഘത്തിലേക്ക് യുദ്ധത്തിനായി പോയാൽ, ഏതെങ്കിലും ഖൗമിലേക്ക് യുദ്ധം ചെയ്യാനായി ഞങ്ങളെയും കൂട്ടി നബി തങ്ങൾ പോയാൽ ലം യകുൻ യഗ്സൂ ബിനാ ഹത്താ യുസ്ബിഹ നേരം പുലർന്നിട്ടല്ലാതെ നബി തങ്ങൾ യുദ്ധം ചെയ്യാറില്ല. രാത്രി അവിടെ എത്തിയാലും രാത്രി യുദ്ധം ആരംഭിക്കാറില്ല. നേരം പുലരുവോളം കാത്തിരിക്കും. എന്നുറ നബി തങ്ങൾ കാത്തിരിക്കും. ഫഇൻ സമിഅ അദാനൻ ആ നാട്ടിൽ ബാങ്ക് കേട്ടാൽ കഫ അൻഹും പിന്നെ അവർ യുദ്ധം ചെയ്യാതെ മാറി നിൽക്കും. വഇൻ ലം യസ്മഅ അദാനൻ അവിടെ ബാങ്ക് കേട്ടിട്ടില്ലെങ്കിലോ അഗാറ അലൈഹിം അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യും. അപ്പം നബി തങ്ങൾ ഒരു നാട്ടിൽ യുദ്ധം ചെയ്യാനായി ചെന്നാൽ പോലും ആ നാട്ടിൽ ബാങ്ക് കേൾക്കുന്നുണ്ടോ എങ്കിൽ ആ നാട്ടുകാരുടെ യുദ്ധമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാറാണ് നബിയുടെ പതിവ്. അപ്പോൾ ഒരു നാടിൻ്റെ സംരക്ഷണം, ഒരു നാടിനുള്ള സുരക്ഷ, ആ സുരക്ഷയ്ക്കുള്ള ഒരു ഭാഗം കൂടിയാണ് ആ നാട്ടിൽ ബാങ്ക് വിളിക്കപ്പെടുക, അവിടെ ജമാഅത്ത് നിസ്കാരം നടക്കപ്പെടുക എന്നത് ആ നാട്ടുകാർക്ക് ഒരു സുരക്ഷ കൂടിയാണ് എന്ന് ഈ ഹദീസ് നമ്മെ അറിയിക്കുന്നു. വലാ യസിഹു ഇനി മറ്റൊരു മസ്അല, വലാ യസിഹു ശരിയാവുക ഇല്ല ഒറ്റ ബാങ്ക് ഒന്നിലേറെ മുഅദ്ദിനുകൾ ഏറ്റെടുക്കുക എന്ന് ശരിയാവുകയില്ല. ഒരു ബാങ്ക് പകുതി ഒരാൾ കൊടുത്തു, പിന്നെ അവിടെ നിന്നാണ് ബാക്കി 6 ആളെ കൊടുക്കുക.
അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു ബാങ്ക് വിളിക്കുക എന്ന് സ്വഹീയാവുക ഇല്ല. ഫലഹു അദ്ദന വാഹിദുൻ, ഒരാൾ ബാങ്ക് വിളിച്ചാൽ വഅക്മലഹു ആഖറു, വേറൊരാൾ പിന്നെ പൂർത്തിയാക്കുകയും ചെയ്താൽ ലം യസിഹ, ആ ബാങ്ക് സ്വഹീയാവുക ഇല്ല. ലിമുഖാലഫത്തി ദാലിക ലിൽ അദാനിൽ മശ്റൂഇ, ശറഅ് പഠിപ്പിച്ച ബാങ്കിൻ്റെ ശൈലിക്ക് അതെതിരാണ്. അതാണ് കാരണം. ശരീഅത്തിൽ ഒരു ബാങ്കുണ്ട്, ആ ബാങ്കിൻ്റെ രീതി അല്ല ഇത്. അതുകൊണ്ട് ഇങ്ങനെ ബാങ്ക് വിളിച്ചാൽ ശരി. ഒരാളിപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, പിന്നെ മറ്റാൾ അഷ്ഹദു അന്ന മുഹമ്മദൻ തുടങ്ങുക, അടുത്ത ആൾ അതിൻ്റെ അപ്പുറത്ത് തുടങ്ങുക, അത് പറ്റൂല. അത് ബാങ്കിന് ഇസ്ലാം നിശ്ചയിച്ചൊരു രീതിക്ക് എതിരാണ്. അതുകൊണ്ട് അങ്ങനെ ബാങ്ക് വിളിച്ചാൽ ആ ബാങ്ക് ശരിയാവുകയില്ല. ഫൈദാ കാനത് ഖറിയതൻ സ്വഗീറ, ഇനി ചെറിയ ഗ്രാമമാണെങ്കിൽ, ഒരു കൊച്ചു ഗ്രാമമാണ്, ബിഹൈസു ഇദാ അദ്ദന വാഹിദുൻ സമിഉ കുല്ലുഹും, ആ ഗ്രാമത്തിൽ ഒരാൾ ബാങ്ക് വിളിച്ചാൽ തന്നെ ആ നാട്ടിൽ മൊത്തം കേൾക്കാം. അങ്ങനത്തെ നാടാണ്, ഒരു കൊച്ചു നാട്ടിൻപുറാണ്, വലിയ ടൗണോ ധാരാളം വീടുള്ള സ്ഥലമൊന്നുമല്ല, കണ്ടമാനം കെട്ടിടങ്ങളും കണ്ടമാനം അങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ബാങ്ക് കൊടുത്താൽ തന്നെ ആ നാട്ടിലേക്ക് മൊത്തം കേൾക്കാം. എങ്കിൽ സഖത്തൽ ഫർളു ബിവാഹിദിൻ, ആ ഒരാളെ കൊണ്ട് തന്നെ ആ ഫർള് ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ബാങ്ക് വിളിച്ചോളുന്നില്ല. അപ്പോൾ ചിലപ്പോൾ 4 പള്ളിയുണ്ട്, ആ 4 പള്ളിക്കൊന്നും ബാങ്ക് വിളിച്ചേ പറ്റൂ എന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല. ആ നാട്ടിൽ ബാങ്ക് കേൾക്കണം. ഈ പള്ളിക്ക് ബാങ്ക് വിളിച്ചില്ലെങ്കിൽ അവിടുത്തെ മുസ്ലിമീങ്ങൾക്കും ബാങ്ക് കേൾക്കാൻ കഴിയില്ല, ആ പ്രദേശത്തെവിടെയും ബാങ്ക് മുഴങ്ങൂല. എങ്കിൽ ഇവിടുന്ന് ബാങ്ക് വിളിക്കണം. അല്ല, നമ്മളെ പള്ളിക്ക് പുറത്തേക്ക് ബാങ്ക് വിളിച്ചിട്ടില്ലെങ്കിലും അപ്പുറപ്പുറക്കെ പള്ളിയുണ്ട്, അവിടുന്നൊക്കെ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെ ബാങ്ക് ഏതായാലും കേൾക്കും, എങ്കിൽ നമ്മളെ പള്ളിക്ക് ബാങ്ക് അങ്ങനെ വിളിക്കുക എന്നുള്ളത് ഒരു ഫർളായിട്ട് നമുക്കില്ല. ആ ബാങ്ക് കൊണ്ട് തന്നെ ആ ഫർള് അവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ലിഅന്നൽ മഖ്സൂദ, കാരണം ബാങ്കിൻ്റെ ഉദ്ദേശം ഹുവൽ ഇഅ്ലാമു ബിസ്സലാ, നിസ്കാരത്തിൻ്റെ അറിയിപ്പാണ്, നിസ്കരിക്കാൻ സമയമായി എന്ന അറിയിപ്പാണല്ലോ. ലികുല്ലി അഹ്ലിൽ ബലദ്, ആ നാട്ടുകാർക്കെല്ലാം അറിയിപ്പ് കിട്ടണം നിസ്കരിക്കാൻ സമയമായി, അതിനാണ് ബാങ്ക്. വഖദ് ഹസല, അത് ഉണ്ടായിക്കഴിഞ്ഞു, അതിനാണ് ബാങ്ക് കൊടുക്കുന്നത്. ഇവിടെ പള്ളിയുണ്ട് അറിയിക്കാനല്ല, ഇവിടെ ഒരു പള്ളിയുണ്ട് എന്ന് അറിയിക്കാനല്ല ബാങ്ക്. അങ്ങനെ ഒരു വാശി കാണേണ്ട ആവശ്യമില്ല. മറ്റേ പള്ളിക്കുന്ന ബാങ്ക് നമ്മളെ പള്ളിക്ക് കൊടുക്കാൻ പറ്റൂല, അതൊന്നുമില്ല. ബാങ്ക് എന്തിനാണ്? നിസ്കരിക്കാൻ സമയമായി എന്ന് ആ നാട്ടുകാർക്ക് വിവരം കിട്ടണം. അതിവിടെ കിട്ടുന്നുണ്ട്, ഓക്കെ, നമുക്ക് പിന്നെ നിർബന്ധമില്ല, ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നല്ല, നമുക്ക് ഫർളില്ല, ഫർള് അവിടെ അവസാനിച്ചു. എന്നാൽ ആ ചുറ്റുഭാഗത്ത് എവിടെയും ആരും ബാങ്ക് വിളിക്കുന്ന, ഒരു ബാങ്ക് കേൾക്കുന്നില്ല, ബാങ്ക് കേൾക്കുന്ന പ്രദേശമാണ് എങ്കിൽ ഇവിടെ ബാങ്ക് കേൾപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയായി മാറും. അത് വരുന്നുണ്ട്, ഒക്കെ വരുന്നുണ്ട്. ഇദാകാന ബലദൻ കബീറൻ, ഇനി വലിയ ഒരു നാടാണെങ്കിൽ, ഇദാകാന ബലദൻ കബീറ, ഒരു വലിയ നാടാണ്, ധാരാളം പ്രദേശമുള്ള വലിയൊരു മഹല്ല്, ഒരു പള്ളിക്കത്തെ ബാങ്കൊന്നും അതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്തുകയില്ല എങ്കിൽ വജബ, നിർബന്ധമാണ്, അയ്യു അദ്ദന ഫീ കുല്ലി മൗദിഇൻ വാഹിദുൻ, ഓരോ സ്ഥലത്തും ഓരോരുത്തർ ബാങ്ക് വിളിക്കണം. ബിഹൈസു യന്തശുൽ അദാനു ഫീ ജമീഇഹിം, അങ്ങനെ എല്ലാവരിലേക്കും ഈ ബാങ്ക് എത്തുമാറ് എല്ലാ ഭാഗത്തു നിന്നും ബാങ്ക് വിളിക്കുക എന്നത് ബാധ്യതയാണ്. അപ്പം മഹല്ല് പള്ളിക്ക് ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, മഹല്ലിന് എല്ലാ ഭാഗത്തേക്കും ആ ബാങ്ക് കേൾക്കുമോ എങ്കിൽ ആ ബാങ്ക് മതി. കേൾക്കാത്തൊരു ഭാഗമുണ്ടോ എങ്കിൽ അവിടെ ബാങ്ക് കേൾക്കാൻ മറ്റു സംവിധാനം ഉണ്ടാവേണ്ടതുണ്ട്. ഫൈൻ അദ്ദന വാഹിദുൻ, അങ്ങനെ ഒരാൾ ബാങ്ക് വിളിച്ചാൽ സഖത്തൽ ഹറജു അനിൻ നാഹിയത്തിലെത്തി സമിഉഹു, ആ ബാങ്ക് കേട്ട ഭാഗത്തുള്ളവരുടെ ബാധ്യത കഴിഞ്ഞു. ഇപ്പോൾ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ് ആ നാട്ടിൽ ബാങ്ക് ഉറക്കെ വിളിക്കുക എന്നത്. അപ്പോൾ ഒരു ബാങ്ക് വിളിച്ചു, ആ ബാങ്ക് ആരൊക്കെ കേൾക്കുമോ ആ ഭാഗത്തുള്ള കേൾക്കുന്ന ആളുകളെ എല്ലാവരുടെയും കടമ അതോടുകൂടി കഴിഞ്ഞു. ദൂന ഗൈരിഹിം, അല്ലാത്തവരുടെ കഴിയുന്നില്ല. ആ ബാങ്ക് കേൾക്കാത്തൊരു ഭാഗമുണ്ട് എങ്കിൽ അവരുടെ ബാധ്യത തീരുന്നില്ല. ലിഅന്നൽ ഇഅ്ലാമ ബിദുഖൂലിൽ വഖ്തി ലാ യഹ്സുലു ഇല്ലാ ബിദാലിക, കാരണം സമയമായി എന്ന വിളംബരം ഇത് കേൾപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂവല്ലോ. സമയമായി ഇത് അറിഞ്ഞാൽ പോരാ, അതിപ്പോൾ ഫോണും വാച്ചുകളും ഉണ്ട്, കലണ്ടർ നോക്കിയിട്ടൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇത് വിളംബരം ചെയ്യണം, കേൾക്കാൻ സമയമായി എന്ന് വിളംബരം ചെയ്യപ്പെടലാണ് ഷിആർ. അതുകൊണ്ട് ഒരു നാട്ടിലും അതില്ലാതിരിക്കാൻ പറ്റില്ല. ഇനി 1281 മസ്അല, യജിബുൽ അദാനു വൽ ഇഖാമ,
ബാങ്കും ഇഖാമത്തും നിർബന്ധമാണ് ഇൻദൽ ജംഇ ബൈന സ്വലാത്തൈനി, രണ്ടു നിസ്കാരങ്ങൾക്ക് ജംആക്കുമ്പോഴും ബാങ്കും ഇഖാമത്തും നിർബന്ധമാണ്. ഫിൽ ഹദരി, നാട്ടിൽ വെച്ച്, യാത്രയിലല്ല, നാട്ടിൽ വെച്ച് രണ്ട് നിസ്കാരം ജംആക്കി നിസ്കരിക്കുന്നത് രോഗം കാരണമോ മഴ കാരണമോ മറ്റു പല പ്രതിബന്ധങ്ങളാലോ. ജംഇ യാത്രക്കാർ മാത്രമല്ലല്ലോ, മഴ പെയ്താൽ ജംഇ ചെയ്യാം, രോഗിക്ക് ജംഇ ചെയ്യാം, ശക്തമായ ചൂടുണ്ടെങ്കിൽ ജംഇ ചെയ്യാം, മറ്റു പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ ജംഇ ചെയ്യാം. അങ്ങനെയൊക്കെ നാട്ടിൽ വെച്ച് തന്നെ രണ്ട് നിസ്കാരം ജംആക്കുന്നു എങ്കിൽ അവിടെയും ബാങ്കും ഇഖാമത്തും നിർബന്ധമാണ്. എന്നാൽ വയുഖാമു ലികുല്ലി മിൻഹുമാ, ആ രണ്ട് നിസ്കാരത്തിനും ഇഖാമത്ത് വിളിക്കപ്പെടുകയും വേണം. ബാങ്കൊന്നു മതി, ഇഖാമത്ത് രണ്ടെണ്ണം വിളിക്കേണ്ടതുണ്ട്. ലിഉമൂമിൽ അഹാദീസ് ദാല്ലത്തി അലാ വുജൂബിഹിമാ, തെളിവെന്താണ്? ബാങ്കും ഇഖാമത്തും വാജിബാണ് എന്ന പൊതുവായ ഹദീസുകൾ, ആ ദലീലുകൾ തന്നെയാണ് ഇതിനും ദലീൽ. ലാക്കിൻ, പക്ഷേ, ലാ യുഅദ്ദനു, ബാങ്ക് വിളിക്കപ്പെടേണ്ടതില്ല, ഇല്ലാദിൽ ഊലാ മിൻഹുമാ, ഒന്നാമത്തേതിനല്ലാതെ. ഒന്നാമത്തെ നിസ്കാരത്തിനെ ബാങ്ക് വിളിക്കേണ്ടതുള്ളൂ, രണ്ടാമത്തിന് ബാങ്ക് വേണ്ട, ഇഖാമത്ത് മതി. ലിഅന്നൽ ഇഅ്ലാം ഹസല ബിൽ അദാനിൽ അവ്വലി, ഒന്നാമത്തെ ബാങ്ക് കൊണ്ട് തന്നെ സമയമായി എന്ന വിളംബരം നടന്നുവല്ലോ. അപ്പോൾ ഒരു പള്ളിയിൽ ഇപ്പം മഴയുണ്ട്, നമ്മൾ പള്ളിക്ക് ഇപ്പോൾ മരിബ് കഴിഞ്ഞിട്ട് ഇഷാ കൂടി ഇപ്പോൾ ജമാഅത്തെ നിസ്കരിക്കുകയാണ്. അപ്പം ഈ ഇഷാക്ക് വേറെ ബാങ്ക് വിളിക്കും പള്ളിക്കുന്നു ഇല്ല, ജംആക്കുകയാണ്. അപ്പോഴും ഒന്നാമത്തെ ബാങ്ക് വിളിക്കണം, രണ്ടാമത്തെ ഇഖാമത്ത് വിളിക്കുകയും വേണം. ഇനി മറ്റൊരു മസ്അല, യുസ്തഹബ്ബുൽ അദാൻ, ബാങ്ക് സുന്നത്താണ്. ലിസ്വലാത്തിൽ മുഖ്ദിയ, ഖളാ വീട്ടപ്പെടുന്ന നിസ്കാരത്തിനും. ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, സമയം കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിക്കുകയാണ്, അപ്പോഴും ബാങ്ക് സുന്നത്താണ്. ഇദാ ലം യകുൻ ഫീഹി തശ്വീഷുൻ അലാ മൻ ഹൗലഹും, ചുറ്റുമുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുകയില്ലെങ്കിൽ. മറ്റുള്ളവർക്ക് വാട നിസ്കാരം കാത്തിക്കുകയാണ്, ഇവന് വാട നിസ്കാരം നിസ്കരിക്കുന്നത്, വാട ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ആഘോഷം, ഇപ്പോൾ ഏത് ബാങ്കാ പോയി കൊടുത്തത്, അങ്ങനെ ആണെങ്കിൽ വേണ്ടതില്ല, അല്ലെങ്കിൽ സുന്നത്താണ്. അമ്മൽ ഇഖാമ, എന്നാൽ ഇഖാമത്ത് ഫവാജിബത്തുൽ ലഹാ ഫീ ഹഖ്ഖിൽ ജമാഅത്തി, ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ അവിടെയും അത് നിർബന്ധമാണ്. ഒരു സംഘം ജമാഅത്തായിട്ടാണ് ഖളാ നിസ്കാരം നിസ്കരിക്കുന്നത് എങ്കിൽ ഇഖാമത്ത് അവിടെയും നിർബന്ധമാണ്. കാരണം നിസ്കാരം ആരംഭിക്കുന്നുവെന്ന അറിയിപ്പാണ് ഇഖാമത്ത്. വലിഹാദ, അതുകൊണ്ടാണ് അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇഖാമത്തി ദൂനൽ അദാനി യൗമൽ ഖന്ദഖി, ഖന്ദഖ് യുദ്ധ ദിവസത്തിൽ നബി ഞങ്ങൾ ഇഖാമത്ത് വിളിക്കാൻ കൽപ്പിച്ചു, ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നബി ഞങ്ങൾ നിസ്കാരം നഷ്ടപ്പെട്ടതും അവർക്ക് നബി ഞങ്ങൾ പ്രാർത്ഥിച്ചതും, അങ്ങനെ ലുഹറും അസ്റും മഗ്രിബും ഇശാവും നബി ഞങ്ങൾ ഒരേ സമയത്ത് നിസ്കരിച്ചതും. ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് വിളിച്ചു, ലുഹർ നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് വിളിച്ചു, അസ്ർ നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് വിളിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് വിളിച്ചു, ഇശാ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. യുദ്ധത്തിലെ നിസ്കാരം നിയമമാക്കപ്പെടുന്നതിന് മുമ്പ്, യുദ്ധകാലത്ത് നിസ്കരിക്കാൻ പറ്റും, ആ നിയമം ഉണ്ടാകുന്നതിന് മുമ്പായിരുന്നു അത്. അപ്പോൾ അവിടെ നബി ഞങ്ങൾ ഇഖാമത്ത് വിളിക്കാൻ ഓരോന്നിലും കൽപ്പിച്ചു. അതുകൊണ്ട് ഇഖാമത്ത് അവിടെയും വാജിബാണ് ജമാഅത്താണെങ്കിൽ. മാത്രമല്ല ഇവിടെ എന്തുകൊണ്ട് ഇഖാമത്ത് മാത്രം നിർബന്ധം പറഞ്ഞു? ബാങ്ക് എന്നത് സമയമായി എന്ന അറിയിപ്പാണല്ലോ. വഖദ് ഫാത്ത, അത് നഷ്ടപ്പെട്ടു പോയി, സമയം കഴിഞ്ഞില്ലേ, ആ നിസ്കാര സമയം കഴിഞ്ഞു പോയി, അപ്പം ഇനി സമയമായി എന്ന അറിയിപ്പിന് പ്രസക്തിയില്ല. വൽ ഇഖാമത്തു ലിദ്ദുഖൂലി ഫിസ്സലാം, ഇഖാമത്താവട്ടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള അറിയിപ്പാണ്. വഹു മൗജൂദൻ, അതിവിടെ ഉണ്ടതാനും. അതുകൊണ്ട് ഇഖാമത്ത് വിളിക്കട്ടെ, ബാങ്ക് ഇവിടെ നിർബന്ധമില്ല. ഇനി ഇദാ അതാ ജമാഅത്തുൻ, ഇതൊക്കെ ഇപ്പോൾ പള്ളിയിലെ ഔദ്യോഗിക ജമാഅത്താണ്. ഇദാ അതാ ജമാഅത്തുൻ, ഇനൊരു സംഘം ആളുകൾ വന്നു, ലിയുസല്ലു, നിസ്കരിക്കുവാൻ വേണ്ടി, ഫീ മൗദിഇൻ ഖദ് സുല്ലിയ ഫീഹി, നിസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സ്ഥലത്ത്, പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇഖാമത്ത് വിളിച്ചിട്ടുണ്ട്, ജമാഅത്തും കഴിഞ്ഞിട്ടുണ്ട്, അതിനുശേഷം ആ പള്ളിയിലേക്ക് സംഘം വരുന്നു നിസ്കരിക്കാൻ എങ്കിൽ ഫഹുക്മുഹും, അവിടെ ഹുക്മ് ഹുക്മു മൻ യഖ്ദൂന സ്വലാ, നിസ്കാരം ഖളാ വിട്ടുന്നവർക്ക് എന്താണോ ഇപ്പം നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് ഇവരും ചെയ്യേണ്ടത്. അപ്പോൾ ഇഖാമത്തോട് വിളിക്കണം, ബാങ്ക് സമയം കഴിഞ്ഞു, ജോലി പറഞ്ഞ് മൈക്കോളാക്കി ബാങ്ക് കൊടുക്കാൻ ആവശ്യമൊന്നുമില്ല, ഇഖാമത്ത് വിളിക്കുന്നു, അവർ നിസ്കരിക്കുന്നു. നിസ്കരിക്കുകയാണ് എന്ന് ഒപ്പമുള്ളത് അറിയിക്കലാണ് ഇഖാമത്ത്, അതവിടെ നടക്കേണ്ടതുണ്ട്. ബിൽ അദാനി സ്വലാത്തിൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിൽ ബാങ്ക് വിളിച്ചതോടുകൂടി ബാങ്കിൻ്റെ ഫർള് അവിടെ കഴിഞ്ഞു. ഇനി ഈ നിസ്കാരം തുടങ്ങാൻ പോകുന്നുവെന്ന
അറിയിപ്പേ ആവശ്യമുള്ളൂ. അതവിടെ ഇഖാമത്ത് അവർ നിർവഹിക്കുക. ഇനി നേരത്തെ ചോദിച്ച ചോദ്യം, ലാ യക്ഫി മതിയാവുക ഇല്ല ദിൽ ഖിയാമി ബി ഫർളിൽ കിഫായ, ഒരു ഫർള് കിഫായ നിർവഹിക്കാൻ മതിയാവുക ഇല്ല. ഇഅ്ലാനു അദാനിൻ മുസജ്ജലിൻ മിൻ ഖബ്ലു, മുമ്പേ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു ബാങ്ക്, അത് മതിയാവുക ഇല്ല ഫർള് കിഫായക്ക് പകരം. സമയമായി അറിയാൻ ചിലപ്പോൾ മതിയാവും, പക്ഷെ ഫർള് വീടാൻ അത് പോരാൻ. മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഒരാൾ ബാങ്ക് വിളിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് ലൈവായിട്ട് മറ്റു പലയിടത്തും കേൾക്കുന്നു, അത് വെക്കുമ്പോൾ വേറെ. മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ടു, അത് പിന്നെ അങ്ങനെ സമയമാകുമ്പോൾ പ്ലേ ചെയ്യാണ്, അത് മതിയാവുന്ന ഫർള് കിഫായ അതുകൊണ്ട് വീടുക ഇല്ല. ബൽ യജിബു, എന്നാൽ നിർബന്ധമാണ്, ഐ യഖൂമ ബിഹി ശഖ്സുൻ, ഒരാൾ തന്നെ നിർവഹിക്കണം, യുഹ്സിനുഹു, നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരാൾ നിർവഹിക്കണം, ഇൻദ ദുഖൂലി വഖ്തി സ്വലാ, നിസ്കാരത്തിന് സമയമാകുമ്പോൾ ഒരാൾ നിർവഹിക്കണം. എന്തുകൊണ്ട്? ലിഅന്നൽ അദാന ഇബാദത്തുൻ, കാരണം ബാങ്ക് എന്നത് ഇബാദത്താണ്. ഇബാദത്തു ലാ ബുദ്ദ ലഹാ മിൻ നിയ്യത്തിൻ, ഇബാദത്തിനാവട്ടെ നിയ്യത്ത് അനിവാര്യവുമാണ്. അപ്പോൾ റെക്കോർഡ് ചെയ്തതിന് ഈ മൊബൈൽ ഫോണിന് നിയ്യത്തുണ്ടാവില്ലല്ലോ. അപ്പം നിയ്യത്തുണ്ടെങ്കിലേ ഇബാദത്തായി പരിഗണിക്കുകയുള്ളൂ. ഇത് കേവലം അറിയിപ്പല്ല. കേവലം അറിയിപ്പാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ വേണമെന്നില്ലല്ലോ. നിസ്കരിക്കുന്ന സമയമായി എന്ന് പറഞ്ഞാൽ ബെല്ലടിച്ചാൽ പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലാറം മുഴക്കിയാൽ പോലെ. അപ്പം അത് കേവലം ഒരു അറിയിപ്പല്ല, മതചിഹ്നമാണ്, ഷിആറാണ്. അത് ഇബാദത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇബാദത്താകുമ്പോൾ നിയ്യത്ത് വേണം. അതുകൊണ്ട് ഒരു വ്യക്തി തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. മുമ്പേ റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു റെക്കോർഡ് പ്ലേ ചെയ്താൽ ഫർള് കിഫായ വിടൂല. ഇല്ല, അയാൾ മസ്ബൂക്കായി വരില്ലേ, പുതിയ ജമാഅത്ത് ആരംഭിക്കുന്നല്ലോ, ഉള്ള നിസ്കാരത്തിൽ പങ്കുചേരണല്ലോ. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കില്ല, ഉള്ള നിസ്കാരത്തിൽ പങ്കുചേരുന്നു. അതെ, അതന്നെ പറഞ്ഞ് ഉള്ള നിസ്കാരത്തിൽ അയാൾ വന്ന് ഭാഗവാക്കാവാണ്. പുതിയ നിസ്കാരം അവിടെ സ്ഥാപിക്കപ്പെടില്ല. ഇനി അടുത്തൊരു ഉപാധ്യായം, അൽ ഫസ്ലു സാദിസ്, ആറാമത്തെ ഉപാധ്യായം, അൽ അദാനു വൽ ഇഖാമത്തു ലിൽ ജുമുഅത്തി, ജുമുഅക്കുള്ള ബാങ്കും ഇഖാമത്തും. അതിൻ്റെ വിധി എന്താണ്, അതെങ്ങനെയാണ് വേണ്ടത്? 1285 യുസ്തഹബ്ബു അൻ യുഅദ്ദന ലിൽ ജുമുഅത്തി അദാനാനി, ജുമുഅക്ക് 2 ബാങ്ക് സുന്നത്താണ്. അദാനുൻ ഖബ്ല ദുഖൂലി വഖ്തിൽ ജുമുഅത്തി, ഒന്ന് ജുമുഅയുടെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ്, ജുമുഅയുടെ സമയം ആകുന്നതിന് മുമ്പ് ഒരു ബാങ്ക്. സമയം ഏതാണ്? ബിസവാലി ഷംസ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാലാണ് ജുമുഅയുടെ സമയം, അതായത് ളുഹറിൻ്റെ സമയം. സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ ളുഹറിൻ്റെ സമയമായി, ആ സമയം തന്നെയാണ് ജുമുഅയുടെയും സമയം. അതിന് മുമ്പ് തന്നെ ഒരു ബാങ്ക്, അതാണ് ഒന്നാമത്തേത്. വഹാദ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, ഇതാണ് പണ്ഡിതന്മാരുടെ പൊതുവായ അഭിപ്രായം. വൽ അദാനു സാനി, രണ്ടാമത്തെ ബാങ്ക് ബഅദ ദുഖൂലി വഖ്തിൽ ജുമുഅത്തി, ജുമുഅയുടെ സമയം പ്രവേശിച്ചതിന് ശേഷം, ഇൻദ സുഊദിൽ ഖതീബി അൽ മിംബറ, ഖതീബ് മിംബറിൽ കയറുമ്പോൾ, ലി ഇൽഖാഇ ഖുത്ബത്തിൽ ജുമുഅ, ജുമുഅയുടെ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഖതീബ് മിംബറിൽ കയറുമ്പോഴാണ് രണ്ടാമത്തെ ബാങ്ക്. മറ്റേ ബാങ്ക് ജുമുഅയുടെ സമയമാകുന്നതിന് മുമ്പ് തന്നെ നിർവഹിക്കുകയാണ് വേണ്ടത്. വിശദാംശം വരുന്നുണ്ട്. ലിമാ റവൽ ബുഖാരിയു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. അനി സായിബ് ഇബ്നു യസീദ് ഖാല, സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന നിദാഉ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ചയിലെ ബാങ്ക് ആയിരുന്നു, അവ്വലഹു, ആദ്യകാലത്ത്, ഇദാ ജലസൽ ഇമാമു അലൽ മിംബർ, ഇമാമ മിംബറിന്മേൽ ഇരുന്നാലാണ് ആദ്യകാലത്ത് ബാങ്ക് വിളിച്ചിരുന്നത്. അല അഹദിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാമ മിംബറിൽ കയറി ഇരുന്നതിന് ശേഷമാണ് ബാങ്ക് വിളിക്കാറുള്ളത്. വ അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. വ ഉമറ, ഉമർ ഖത്താബിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നബിയുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്, ഉമർ ഖത്താബിന്റെ കാലത്തൊക്കെ ഒറ്റ ബാങ്കാണ്. അത് ഇമാമ് മിംബറിന്മ കയറി സലാം ചൊല്ലി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കും. അതാണ് നബിയുടെയും സിദ്ദീഖ് ഉമർ ഖത്താബിന്റെ കാലത്തുള്ളത്. ഫലമ്മാ കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നപ്പോൾ,
വകസുറന്നാസ്, ജനങ്ങൾ വർദ്ധിച്ചു, ധാരാളം ആളുണ്ടായി, ഒരുപാട് സ്ഥലത്തേക്ക് ആളുകൾ താമസമുണ്ടായി. പള്ളിയിൽ ബാങ്ക് കേട്ടിട്ട് ആളുകൾ പള്ളിക്ക് വരാൻ സമയമെടുക്കുന്നു, വൈകുന്നു. ഇന്നത്തെ പോലെ വാച്ചും ഫോണും അലാറൊന്നുമില്ല. അതുകൊണ്ട് ആളുകൾക്ക് ഈ ബാങ്കാണ് അവലംബം. ഈ ബാങ്ക് കേൾക്കുമ്പോൾ അത്ര സമയമായോ, കേൾക്കുന്ന നേരമായോ എന്ന നിലയ്ക്ക് ബാങ്ക് കേട്ടിട്ടാണ് ആളുകൾ വരുന്നത്. അങ്ങനെ വന്നപ്പോൾ മൂന്നാമതൊരു വിളി അദ്ദേഹം വർദ്ധിപ്പിച്ചു. മൂന്നാമത് പറയാൻ കാരണം ഒരു ബാങ്കും ഒരു ഇഖാമത്തുണ്ട്, ഒരു ബാങ്കും ഇഖാമത്ത്, 2 വിളി. അതിന് പുറമെ മൂന്നാമതൊരു വിളി കൂടി ഉസ്മാൻ അഫ്ഫാൻ വർദ്ധിപ്പിച്ചു. അല സൗറാഇ, സൗറായിൽ വെച്ചാണ് ഉസ്മാൻ അഫ്ഫാൻ അത് നിർവഹിച്ചിരുന്നത്. സൗറാഇ എന്നുള്ളത് മദീനയിലുള്ള ഉസ്മാൻ അഫ്ഫാൻ്റെ ഒരു വീടായിരുന്നതാണ്. ഉസ്മാൻ അഫ്ഫാൻ മദീനത്തുണ്ടായിരുന്നൊരു വീട്, ഒരു ഉയർന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് വീടുണ്ടായിരുന്നു. അതാണ് സൗറ എന്ന് പറയുന്നത്. ഇനി വീടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ബിൽഡിംഗ് ആണ് എന്നും ചില അഭിപ്രായങ്ങൾ ഉണ്ട്. അപ്പോൾ പള്ളിക്ക് നല്ല ബാങ്ക് അർത്ഥം. പള്ളിയിലെ ബാങ്ക് ഇമാം മിമ്പറിൽ കയറി സലാം ചൊല്ലി ഇരുന്നാൽ ബാങ്ക് വിളിക്കും. അതിനു മുമ്പ് ജുമയുടെ സമയം ആകുന്നതിനും കുറേ മുമ്പ് തന്നെ അങ്ങാടിയിൽ പോയി ഒരു ഉയർന്ന ബിൽഡിങ്ങിന് മേലെ കയറി അവിടുന്ന് ഒരു വിളി അദ്ദേഹം വിളിച്ചു. എന്തിന്? അപ്പോൾ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലായി ജുമയ്ക്ക് ഒരുങ്ങാനായിട്ടുണ്ട്, ജുമയ്ക്കൊക്കെ ഒരുങ്ങാനായി, പണിക്ക് നിർത്തിയേക്കാം, കുളിക്കാൻ പോകാം എന്നൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനായിരുന്നു ആ വിളി. അത് ഒരുപാട് ഹദീസിൽ അങ്ങനെ തന്നെ പഠിപ്പിക്കപ്പെട്ടു. മാത്രമല്ല ഉമർ ഖത്താബിന്റെ കാലത്ത് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു മിമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോഴാണ് ഉസ്മാൻ അഫ്ഫാൻ കയറി വന്നത്. ഖുത്ബ തുടങ്ങിയിട്ടുണ്ട്, അപ്പോഴാണ് ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ കയറി വരുന്നത്. അപ്പം മിമ്പറിൽ ഖത്തീബ് ചോദിക്കുകയാണ്, അയ്യത്തു സഅത്തിൻ ഹാദിഹി, അല്ല ഇതിപ്പോൾ എത്ര സമയമായി, ഇപ്പോഴാണോ ജുമഅക്ക് വരുന്നത്? അദ്ദേഹം ഞാനവിടെ അങ്ങാടിയിൽ എൻ്റെ ഷുഗുലിലായിരുന്നു, അതിനിടയ്ക്കാണ് ബാങ്ക് കേട്ടത്. ബാങ്ക് കേട്ടപ്പോൾ ഫമാസിത്തു അലൽ വുളു, ഞാൻ പിന്നെ സമയം കളഞ്ഞിട്ടില്ല, ബാങ്ക് കേട്ടപ്പോൾ വേഗം വുളു ചെയ്തു, മറ്റൊന്നിനും നേരം കളയാതെ പെട്ടെന്ന് പള്ളിയിലേക്ക് വന്നു. അപ്പോൾ ഉമർ ഖത്താബ് ചോദിച്ചു, ഫൽ വുളു അയ്ളൻ, വുളു മാത്രമേ ചെയ്തുള്ളൂ? നിങ്ങൾക്കറിയില്ലേ നബി ഞങ്ങൾ പറഞ്ഞത്, മൻ അത്തൽ ജുമുഅത ഫൽയഗ്തസിൽ, ജുമുഅക്ക് വന്നാൽ കുളിക്കണമെന്ന് നബി ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ കുളിക്കാതെയാണോ നിങ്ങൾ വന്നത് എന്ന് ഉമർ ഖത്താബ് മിമ്പറിൽ ചോദിച്ചത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ അതൊക്കെ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് സമയം പറയാൻ സംവിധാനമില്ല. ഇപ്പോൾ ചിലപ്പോൾ ജോലിയിൽ വ്യാപൃതമാകും, കച്ചവടം, കൃഷിയൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച അന്ന് അവധിയില്ല, വെള്ളിയാഴ്ച ജോലി ചെയ്യണം എന്നാണ്. വെള്ളിയാഴ്ച ഒഴിവെടുക്കണം ആവശ്യമില്ല, വെള്ളിയാഴ്ച പണിയെടുക്കുകയാണ് വേണ്ടത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, യഹൂദികളെയും നസ്വാറാക്കളുടെയും രീതിയാണ് അവരുടെ ജുമുഅ ദിവസം പണി ഒഴിവാക്കുക എന്നത്. മുസ്ലിമീങ്ങളോട് അല്ലാഹ് പറഞ്ഞത് അന്ന് പണിയെടുക്കാനാണ് പറഞ്ഞതാണ്. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ, ജുമുഅക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടമൊക്കെ ഒഴിവാക്കി പള്ളിക്ക് വരണം. അപ്പോൾ കച്ചവടം ഉണ്ടായിട്ടില്ല ഒഴിവാക്കാൻ പറഞ്ഞത്. അന്ന് പീടി തുറക്കാതൊക്കെ നല്ലതെങ്കിലോ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്ന് കച്ചവടമുണ്ട്. ഏത് വരെ പറ്റും? ബാങ്ക് വരെ കച്ചവടം ചെയ്യാൻ പറ്റും. നിസ്കാരം കഴിഞ്ഞാലോ ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, പിന്നെയും കച്ചവടമാണെന്നാണ്. ജുമുഅ കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ വ്യാപിക്കുക, അള്ളാഹുവിൻ്റെ ഫദ്ല് അഥവാ നിങ്ങളുടെ റിസ്ക് നിങ്ങൾ തേടിക്കൊള്ളുക. അപ്പോൾ ജുമുഅയുടെ മുമ്പും കച്ചവടമുണ്ട്, ജുമുഅയ്ക്ക് ശേഷം കച്ചവടമുണ്ട്. ജുമുഅ ഒരിക്കലും കച്ചവടത്തിനോ യാത്രക്കോ ഒന്നും തടസ്സമല്ല. ഞാനൊരു വഴിക്ക് പോകാൻ വിചാരിച്ചു, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പോയില്ല എന്ന് പറയും, അതിൻ്റെ ആവശ്യമില്ലാതാണ്, പോകാം. ഉമർ ഖത്താബിനോട് ഒരാളൊന്ന് പറയുന്നുണ്ട്, ഞാനൊരു യാത്ര തീരുമാനിച്ചതായിരുന്നു, വെള്ളിയാഴ്ച ആയതുകൊണ്ട് പിന്നെ ഞാൻ യാത്ര വേണ്ടെന്ന് വെച്ചു. ഉമർ ഖത്താബ് പറഞ്ഞു, നീ രാവിലെ എന്നെ കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് യാത്ര പോകാമായിരുന്നു. നമ്മളിപ്പോൾ കണ്ടത് രാവിലെ കണ്ടെങ്കിൽ പോകാമായിരുന്നു. ജുമുഅ ഒരിക്കലും യാത്രക്ക് തടസ്സമല്ല. അപ്പം അങ്ങനെ ഇല്ല, അത് നമ്മുടെ നാട്ടിൽ ധാരണയാണ്. അന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല, അന്നൊന്നിനും പോകാൻ പാടില്ല, അന്ന് ഒക്കെ ഒഴിവാണ്. അല്ല, അന്ന് കച്ചവടം ചെയ്യാം, ഇല്ല ഈ സമയത്ത് നിർബന്ധമുള്ളൂ. ഇല്ല, യാത്രക്കാരൻ നിർബന്ധമില്ലല്ലോ ജുമുഅ. യാത്രക്കാരന് അന്നത്തെ ഇളവാണ് ജുമുഅ നിർബന്ധമില്ലാണ്. പിന്നെ യാത്ര ഒഴിവാക്കിയ എന്താ കാര്യമുള്ളത്? ഓണ് യാത്ര പോകാൻ സൗകര്യത്തിനാണ് ഇളവെടുത്തത്. യാത്ര പോകാൻ സൗകര്യത്തിനാണല്ല ഓ ജുമുഅയിൽ കൂടി വരണ്ട, ഓ യാത്ര ആയിക്കോട്ടെ എന്ന്. അപ്പം അല്ല, യാത്രക്ക് പോകണ്ട, ജുമുഅക്ക് എന്നോട്ടെ എന്ന് പറയാൻ പറ്റുമോ? പഠിച്ചോൻ തീരുമാനിച്ചെന്നാണ് ഓനെ യാത്ര മുടക്കണ്ട, ഓൻ്റെ ജുമുഅ ബുദ്ധിമുട്ടാണ്, വേണ്ട ഓൻ ജുമുഅ സ്കൈക്കണ്ട, ഒന്ന് ഒരു സ്കൈച്ചാൽ മതി, ഓ യാത്ര പോയിക്കോട്ടെ. ഏത് യാത്രയും ഹലാലായ യാത്രകളൊക്കെ പോകാം. അപ്പം ഏതായിരുന്നാലും
സൗറായിൽ വെച്ച് മൂന്നാമതൊരു വിളി കൂടി ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വർദ്ധിപ്പിച്ചു. ഇനി ഷെയ്ഖ് പറയാണ് യംബഗി 1286 യംബഗി അനിവാര്യമാണ് അൻ യുഅദ്ദനൽ അദാനുൽ അവ്വലിൽ ജുമുഅത്തി ജുമുഅയുടെ ഒന്നാമത്തെ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ അത് വിളിക്കേണ്ടത് ഖബ്ല ദുഖൂലിൽ ഖതീബി ഖതീബ് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഖതീബ് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് ആ ബാങ്ക് വിളിക്കട്ടെ. ബിവഖ്തിൻ ഒരു സമയം കണ്ട്. എങ്ങനത്തെ സമയം? യതമക്കനു ഫീഹി മൻ തജിബു അലൈഹിൽ ജുമുഅതു മിൻ ഇസ്തിഅദാദിൽ ജുമുഅതി ജുമുഅ നിർബന്ധമുള്ളവർക്ക് ഇത് കേട്ട് ജുമുഅക്ക് ഒരുങ്ങാൻ സൗകര്യപ്പെടുന്ന ഒരു സമയം കണ്ടിട്ട് വേണം ആ ബാങ്ക് വിളിക്കാൻ. അത് സുന്നത്ത് പറയാൻ കഴിച്ചാൽ ഖുലഫാഉർ റാഷിദിന്റെ രീതി ആയതുകൊണ്ടാണ്. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റാഷിദീങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഒരു നടപടിക്രമം എന്ന നിലക്കാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ എവിടെ ഇല്ല, നമ്മുടെ നാട്ടിൽ ഒരു പള്ളിക്കും ഇല്ല. ഈ പറഞ്ഞ ബാങ്ക് അല്ല ഇവിടെ നിന്നും ഉള്ളത്. അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജുമുഅ നിർബന്ധമായ ആളുകൾക്ക് ഒന്നാമത്തെ ബാങ്ക് കേട്ട് ജുമുഅക്ക് ഒരുങ്ങാൻ സൗകര്യപ്പെടണം ആ നിലക്ക്. അപ്പം അങ്ങനത്തെ സാഹചര്യം ഉണ്ടെങ്കിലോ നമുക്ക് വേണം. ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത് എന്ത് സാഹചര്യത്തിലാണോ അതേ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്കത് ആവാം, സുന്നത്തെന്ന് പറയാം. സാഹചര്യം ഇല്ലാതായാലോ ആവശ്യമില്ല. ഇപ്പോൾ ഉമർ ഖത്താബിന്റെ കാലത്ത് സാഹചര്യമില്ല, അന്ന് നടപ്പാക്കിയിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സാഹചര്യമില്ല, അന്ന് നടപ്പാക്കിയിട്ടില്ല. ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് സാഹചര്യം ഉണ്ടായി, അപ്പം അദ്ദേഹം അത് നടപ്പാക്കി. ഇന്ന സാഹചര്യമില്ല, കാരണം എല്ലാവർക്കും സമയ സംവിധാനമുണ്ട്, അതേപോലെ ക്ലോക്ക് ഉണ്ട്, വാച്ചുണ്ട്, അലാറമുണ്ട്. നമുക്ക് വേണമെങ്കിൽ 11 മണിക്ക് അലാറം വെക്കാൻ പറ്റും. അറിയാതെ പോണ അവസ്ഥയില്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് വെക്കുമ്പോൾ അത്ര നേരമായോ എന്ന് ആലോചിക്കേണ്ട കേസ് ഇന്നില്ല. ഇനി ഈ സംവിധാനം ഇല്ലാതായാലോ ഇതൊന്നുമില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോൾ പള്ളിക്ക് മൈക്ക് ഓണാക്കി ഒരു ബാങ്ക് കൊടുക്കാം, ഒന്ന് ഓർമ്മപ്പെടുത്താൻ. അതാണ് ഉസ്മാൻ അഫ്ഫാൻ ചെയ്തത്. അപ്പം അദ്ദേഹം പറയാണ് ഒന്നാമത്തെ ബാങ്ക് വിളിക്കേണ്ടത് എപ്പോഴാണ്? ഇമാമ് പ്രവേശിക്കും മുമ്പ് ആളുകൾക്ക് ഇത് കേട്ടിട്ട് ജുമുഅക്ക് ഒരുങ്ങാൻ സമയം കിട്ടണം. ആ നിൽക്കുന്ന സമയത്താണ് വിളിക്കേണ്ടത്. വൽഹുദൂരിലഹ അങ്ങനെ ജുമുഅക്ക് വരാനും. ലിഅന്ന ഉസ്മാൻ കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇന്നമാ സന്ന ഹാദൽ അദാന ഈ ബാങ്ക് അദ്ദേഹം ചര്യയാക്കിയത് മിൻ അജ്ലി ഇസ്തിഅദാദി അഹ്ലിൽ അസ്വാഖ് ലിസ്സലാ മാർക്കറ്റിലുള്ള ആളുകൾ നിസ്കാരത്തിന് ഒരുങ്ങാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് നടപ്പാക്കിയത് തന്നെയാണ്. അല്ല ഒരു സ്വതന്ത്രമായ സുന്നത്തുകളൊക്കെയല്ല. അങ്ങാടിയുള്ള ആളുകൾക്ക് ജുമുഅക്ക് ഒരുങ്ങാൻ സമയം കിട്ടണം, അതിനുവേണ്ടി അങ്ങാടിയിൽ പോയി വിളിച്ചത്. അങ്ങാടിയിൽ സൗറ എന്ന ബിൽഡിങ്ങിന് മുകളിൽ കയറി ബാങ്ക് വിളിച്ചത് എന്തിനാണ്? നമ്മൾ മൈക്കില്ലല്ലോ. അവിടെ പോയി വിളിച്ചത് എന്തിനാണ്? അങ്ങാടിയുള്ള കച്ചവടക്കാരൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ, ആ കേൾക്കുമ്പോൾ സമയമായി തുടങ്ങി, നഞ്ഞ് കട നിർത്തുക, കുളിക്കാൻ പോവുക, അങ്ങനെ കുളിച്ച് തുണിപ്പായ്ക്കാൻ മാറ്റി അവർക്ക് പോരാനുള്ള ഒരു സമയം കിട്ടും. അതിനു വേണ്ടിയാണ് ഉസ്മാൻ അഫ്ഫാൻ നടപ്പാക്കിയത്. വമിൻ അജ്ലി അൻ യതഹയ്യ ലഹാ ജുമുഅക്ക് വേണ്ടി ഒരുങ്ങുവാനും മൻ കാന മുസ്തഖിലൻ ബിഗൈരിഹാ മറ്റു പലതിലും മശ്ഗൂലായ ഒരാൾക്ക് ജുമുഅക്ക് വേണ്ടി ഒരുങ്ങാനും വേണ്ടിയാണ് ഉസ്മാൻ അഫ്ഫാൻ അങ്ങനെ നടപ്പാക്കിയത്. അതെവിടുന്ന് കിട്ടി? ഹദീസിലുണ്ട്. താഴെ അടിക്കുറിപ്പിട്ടുകൊണ്ട് 4 നമ്പറായി കൊടുത്ത ഒരുപാട് റിപ്പോർട്ടുകൾ കാണാം. അവിടെ ഇബ്നു മുസൈബ് പറയുന്നു ലമ്മാ കാന ഉസ്മാൻ കസ്റന്നാസ് ഉസ്മാൻ അഫ്ഫാന്റെ കാലമായപ്പോൾ ജനങ്ങൾ വർദ്ധിച്ചു. ഫസാദൽ അദാനിൽ അവ്വല ഒന്നാമത്തെ ബാങ്ക് അദ്ദേഹം വർദ്ധിപ്പിച്ചു. വഅറാദ ഉസ്മാൻ അഫ്ഫാൻ ഉദ്ദേശിച്ചത് അൻ യതഹയ്യ അന്നാസു ലിൽ ജുമുഅത്തി ജനങ്ങൾ ജുമുഅക്ക് ഒരുങ്ങാൻ വേണ്ടിയാണ് ഉസ്മാൻ അഫ്ഫാൻ ഉദ്ദേശിച്ചത് എന്നാണ്. അപ്പോൾ ആ ബാങ്ക് കേട്ട ആളുകളൊന്ന് റെഡി ആയിക്കൊള്ളട്ടെ. അബീ ഷൈബ ഇബ്നു അബീ ഷൈബ ഉദ്ധരിച്ച 5480 ഹദീസ് അൻ ഹഷീം അൻ അശ്അസ് അൻ സുഹരി ഖാല അവ്വലു മൻ അഹ്ദസൽ അദാൻ അവ്വല ഉസ്മാൻ ഒന്നാമത്തെ ബാങ്ക് ആദ്യമായി കൊണ്ടുവന്നത് ഉസ്മാൻ അഫ്ഫാനാണ്. ലിയുഅ്ദിന അഹ്ലൽ അസ്വാഖ് അങ്ങാടിയിൽ ഉള്ളവർക്ക് ഒരു അറിയിപ്പിന് വേണ്ടിയായിരുന്നു അത്. അങ്ങാടികളിൽ കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ട ആളുകൾക്ക് ഒരു അറിയിപ്പിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. മറ്റു വറബ ഇബ്നു അബി അൻ ഇബ്നു അലിയ അൻ ബുർദിൻ അൻ സുഹരി ഖാല അഹ്ദസ് അമീറുൽ മുഅ്മിനീൻ ഉസ്മാനു അത്ഇദീനത സാലിസ അൽ സൗറ മൂന്നാം ഖലീഫ ഉസ്മാൻ അഫ്ഫാൻ സൗറയിൽ വെച്ചുള്ള ബാങ്ക് അദ്ദേഹം അധികമായി കൊണ്ടുവന്നത് ലിയജ്തമി അന്നാസ്
ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടാൻ വേണ്ടി ആകുന്നു എന്നാണ് ആ ഇതിന് സാക്ഷ്യം വഹിച്ച ആളുകൾ തന്നെ സ്വഹാബിമാൻ താബികളുമൊക്കെ ആയ ആളുകൾ പറഞ്ഞതാണ് ഈ കൊടുത്തത്. അപ്പം അതിനാണ് അദ്ദേഹം മറ്റൊരു ബാങ്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ബാങ്ക് ഇമാമ വരുന്നതിന് മുമ്പാണ് വേണ്ടത്. വലിഹാദ, അതിനാൽ 1287 മസ്അല, വലിഹാദ ഫഇന്നൽ മശ്റൂഅ, ശരിക്കും നിയമമാക്കപ്പെട്ടത് അയ്യുബക്കിറ ബിൽ അദാനി, ബാങ്ക് നേരത്തെ ആക്കണമെന്നതാണ്. ഫിൽ ഹറമിൽ മക്കിയി വൽ ഹറമിൽ മദനിയി, മക്ക ഹറമിലും മദീന ഹറമിലും അടക്കം ആ ബാങ്ക് കുറച്ച് നേരത്തെ ആക്കലാണ് ശരിയായി നിയമമാക്കപ്പെട്ടത്. ബഅദൽ വക്തി, കുറച്ചുകൂടെ സമയം നേരത്തെ ബാങ്ക് വിളിക്കണം. ഇന്ന് അവിടെ കാണാൻ അങ്ങനെയല്ല. അവിടെ നമ്മുടെ നാട്ടിലൊക്കെ സാധനം കാണാൻ പോലത്തെ 2 ബാങ്കിലാണ് മക്കത്തും മദീനത്തും ഉള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറയും, സൗദി അറേബ്യയിലെ പണ്ഡിത അദ്ദേഹം പറയാണ് 2 ഹറമുകളടക്കം ആ ബാങ്ക് കുറച്ചുകൂടി നേരത്തെ ആക്കണം. കസാഅത്തിൻ, 1 മണിക്കൂറെങ്കിലും നേരത്തെ, ജുമുഅന്റെ സമയത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ്. ഔ സാഅ ഇല്ലാ റുബ്അൻ, അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പെങ്കിലും ആവണം ഒന്നാമത്തെ ബാങ്ക്. ഹൈസു ഇന്നഹു ഫീ ഹാദ സമാൻ, കാരണം ഇക്കാലത്ത് യുഅല്ലനു ഫീഹിമാ ഖുബൈല ദുഖൂലി ഖതീബി ബിദഖീഖത്തിൻ ഔ ദഖീഖതൈനി, ഖതീബ് പ്രവേശിക്കുന്നതിൻ്റെ 1-2 മിനിറ്റ് മുമ്പാണ് ഇന്നവിടെ ബാങ്ക് വിളിക്കപ്പെടുന്നത്. വഅയ്ദൻ ഫീ ബഅദിൽ ബുൽദാൻ, ചില നാടുകളിലോ ഫീ ഹാദൽ അസ്രി യുബക്കറു ബിൽ അദാൻ അവ്വലി കസീറൻ, മറ്റു ചില നാടുകളിലോ വളരെ നേരത്തെ ബാങ്ക് വിളിക്കുന്നുണ്ട്. അന്ന് രാവിലെ 7 മണിക്ക് 8 മണിക്കൊക്കെ ബാങ്ക് വിളിക്കും. അപ്പം ഈ ഉദ്ദേശം നടക്കാതെ പോകും. ആ ബാങ്ക് കേട്ട ആൾക്ക് ഒരുങ്ങൂല, ഇനി സമയം കുറേ ഉണ്ടല്ലോ പിന്നെ നോക്കാം. അപ്പം വീണ്ടും ആളുകൾ അശ്രദ്ധരായി പോകും. അതുകൊണ്ട് വളരെ നേരത്തെ ആക്കുകയും ചെയ്യരുത്, ഏറ്റവും അവസാനം കൊണ്ടുപോയിട്ട് വിളിക്കുകയും ചെയ്യരുത്. ബാങ്ക് വിളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇമാമ് വരുന്നതിൻ്റെ ജുമഅ സമയത്തിൻ്റെ 1 മണിക്കൂർ മുമ്പ്, 1/4 മണിക്കൂർ മുമ്പൊക്കെ ആവട്ടെ ആ ബാങ്ക്. വൽ ഔല, ഏറ്റവും നല്ലത് അൻ യകൂന ഖബല വഖ്തി ദുഖൂലി ഖതീബി ബിസാഅത്തിൻ ഔ സാഅത്തിൻ ഇല്ലാ റുബ്അ, ഖതീബ് വരുന്നതിൻ്റെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പ് ബാങ്ക് വിളിക്കലാണ് നല്ലത്. ലഅന്ന ഹാദാ ഹുവൽ വഖ്തുൽ മുനാസിബു ലിൽ ഇസ്തിഅദാദി ലിൽ ജുമുഅത്തി, ജുമുഅക്ക് ഒരുങ്ങാൻ വേണ്ടാണെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമായ സമയം അതാണ്. വൽ ഹുദൂർ ഇലൈഹാ മിൻ ഖിബലി മൻ യസ്മഉന നിദാഅ, ബാങ്ക് കേൾക്കുന്ന ആളുകൾക്ക് ആ ബാങ്ക് കേട്ട് പള്ളിക്ക് വരാൻ ഒരുങ്ങാനും നേരത്തെ വരാനും ഒക്കെ ഏറ്റവും നല്ലത് ജുമുഅന്റെ സമയത്തിൻ്റെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ മുമ്പ് ആ ബാങ്ക് വിളിക്കലാണ് നല്ലത് എന്ന് അദ്ദേഹം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു. അവിടെ അദ്ദേഹം താഴെ ഖാല ശൈഖുനാ ഇബ്നു ഉസൈമീൻ ഫിൽ ലിഖാഇ ശഹരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി ഒരു ഇത് കൂടി കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവര്യൻ കൂടിയാണ് ഇബ്നു ഉസൈമീൻ. അതാണ് ഖാല ശൈഖുനാ എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ്, ഉസ്താദാണ് ഇബ്നു ഉസൈമീൻ. അപ്പോൾ ഇബ്നു ഉസൈമീൻ പറഞ്ഞിരിക്കുന്നു ഫിൽ ലിഖാഇ ശഹരി, ലിഖാഉ ശഹരി എന്ന പ്രോഗ്രാമിൽ ചോദ്യം വരുമ്പോൾ ഇബ്നു ഉസൈമീൻ കൊടുത്ത മറുപടിയാണ്, ഫി നജ്ദിൻ നജ്അലു ഫർഖൻ ബൈനൽ അദാനിൽ അവ്വലി വൽ അദാനിൽ സാനി, നജ്ദിൽ, അതായത് ഇബ്നു ഉസൈമീൻ്റെ നാട്, ഞങ്ങളവിടെ 1ാമത്തെ ബാങ്കും 2ാമത്തെ ബാങ്കും തമ്മിൽ വ്യത്യാസപ്പെടുത്താറുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉസ്മാൻ അഫ്ഫാന്റെ കാലഘട്ടത്തിൽ ബാങ്കാണോ വിളിച്ചത് അതല്ല ഒരു അറിയിപ്പായിരുന്നുവോ? താബിഇയായ അത്വാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്നമാ കാന യദ്ഉന്നാസ ദുആഅൻ വലാ യുഅദ്ദിനു ബിഗൈരി അദാനി റസൂലില്ലാഹ്, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു വിളിക്കൽ മാത്രമാണ് നിർവഹിച്ചത്, നബി തങ്ങളുടെ ബാങ്കല്ലാത്തൊരു ബാങ്ക് അദ്ദേഹം നിർവഹിച്ചിട്ടില്ല എന്ന് അത്വാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫത്ഹുൽ ബാരിയിൽ കാണാൻ കഴിയുന്നു. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം ഉസ്മാൻ അഫ്ഫാൻ ആദ്യകാലത്ത് അങ്ങനെ ഒരു വിളംബരം ആയിരുന്നു എന്നും പിന്നീട് അവസാന കാലത്ത് അത് വാക്കുകൾ മാറ്റി ബാങ്കിനെ വചനങ്ങളാക്കി മാറ്റി എന്നും ഇല്ല എന്നൊക്കെയുള്ള ചർച്ചകൾ കാണാം. ഇനി അതല്ല, ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് ഈ വിളി മാത്രമേ ഉള്ളൂ, ഒരു അനൗൺസ്മെൻറ്റ്, ഒരു അറിയിപ്പ്, സമയമായി കുളിക്കാനൊക്കെ തുടങ്ങിക്കൊളി എന്ന് ഒരുങ്ങാനുള്ള ഒരു അറിയിപ്പ് മാത്രം. പിന്നീട് മുആവിയയുടെ കാലത്താണ് അത് ബാങ്കായി മാറിയത് എന്നും സൗറായിൽ നിന്ന് അല്ലെങ്കിൽ ടൗണിൽ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയുള്ള ചർച്ചകളും കാണുന്നുണ്ട്. വല്ലാഹു അഅലം. എന്താണെങ്കിലും മറ്റേ ബാങ്ക് പോലെ ഒരു സുന്നത്തായി പ്രത്യേകമായി സ്ഥിരപ്പെട്ടു വന്ന ഒന്നല്ല. ഹദീസിനെ വന്നു നബി തങ്ങളുടെ കാലത്ത്, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത്, ഉമർ ഖത്താബിന്റെ കാലത്തൊക്കെ ഉള്ള ബാങ്ക് ഇമാമ് മിമ്പറിൽ കയറി അവിടെ ഇരുന്നാലാണ് ആ ബാങ്ക് വിളിക്കാറുള്ളത്. ഉസ്മാൻ അഫ്ഫാന്റെ കാലത്ത് പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോഴാണ്, ആളുകൾ വർദ്ധിച്ച് നാട് മുഴുവൻ ആളുകൾ ഉണ്ടായി, ഈ ആളുകൾക്ക് നേരം വൈകി വരാൻ തുടങ്ങിയപ്പോഴാണ്
കുറച്ച് നേരത്തെ പോയി ടൗണിൽ വെച്ച് ഒരു ബിൽഡിങ്ങിന് മേലെ കയറി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിർവഹിച്ചത്. ബാങ്കിൻ്റെ വാക്കാണെങ്കിലും അല്ലാത്ത വചനമാണെങ്കിലും അദ്ദേഹം ചെയ്ത് അതേ ഉള്ളൂ. ടൗണിൽ ബിൽഡിങ്ങിന് മേലെ വീടിന് മേലെ കയറി അവിടുന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നിർവഹിച്ചത്. അതാണ് ഇബ്നു സമീം പറഞ്ഞത്. നമ്മുടെ നജദ് റിയാദ് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് നജദ്. റിയാദ്, ഉഴൈന തുടങ്ങിയ ആ പ്രദേശങ്ങൾക്കാണ് ഇവിടെ നജദ് എന്ന് ഉപയോഗിക്കുന്നത്. ഇബ്നു സമീം ഖസീമുകാരനാണ് അസ്ലിയായിട്ട്. അപ്പം നജദിൽ രണ്ട് ഭാഗം തമ്മിൽ വ്യത്യാസപ്പെടുത്താറുണ്ട്. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ രണ്ട് ബാങ്കുകൾ തമ്മിൽ ഞങ്ങൾ വ്യത്യാസപ്പെടുത്താറുണ്ട്. ചില സ്ഥലത്ത് ചില ആളുകളാവട്ടെ 1 മണിക്കൂർ വരെ വ്യത്യാസം ഉണ്ടാക്കലുണ്ട്. എന്നാൽ മക്ക വൽ മദീന ലാ യജഅലുന ബൈനഹുമാ ഫർഖ, മക്കയിലും മദീനയിലും അങ്ങനെ വ്യത്യാസം കാണിക്കുന്നില്ല. രണ്ട് ബാങ്കും അടുപ്പിച്ചാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദാ ദഖല വഖ്തു ഐ വഖ്തു ളുഹ്രി അദന മുഅദ്ദിനു അദാന അല്ലദി യുസമ്മുനഹു അൽ-അവ്വൽ ثم يؤذن الثاني بعد مجيء الخطيب. സമയമായാൽ ഒരു ബാങ്ക് വിളിക്കും, ഖത്തീബ് വരും, പിന്നെ രണ്ടാമത്തെ ബാങ്ക് വിളിക്കും. ഇതാണ് അവിടെയുള്ളത്. എന്നാൽ വല്ലദി യദ്ഹറു ലി അന്ന ഫഇല അഹ്ലി നജ്ദിൻ അസ്ഹു, അതല്ല കൂടുതൽ ശരി. ഇവിടെ റിയാദിൽ ചെയ്യുന്ന ഈ രീതിയാണ് കൂടുതൽ ശരിയായത്. 1 മണിക്കൂർ മുമ്പ് 3/4 മണിക്കൂർ മുമ്പ് ബാങ്ക് വിളിക്കുക, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് നൽകുക എന്നതാണ് കൂടുതൽ ശരിയായത്. ലിഅന്നഹു ഹുവല്ലദി യഹ്സുലു ബിഹിൽ ഫായിദ, കാരണം അതുകൊണ്ടാണല്ലോ പ്രയോജനമുണ്ടാവുക. എന്തിനാണോ ആ വിളി? ഒരുങ്ങാനാണല്ലോ. അപ്പോൾ ഒരുങ്ങണമെങ്കിൽ 2 മിനിറ്റ് മുമ്പ് ആയിട്ട് കാര്യമില്ലല്ലോ. അത് നേരത്തെ അറിയിപ്പുണ്ടെങ്കിലേ ഒരുങ്ങാൻ കഴിയുകയുള്ളൂ. അന്നന്നാസ് യസ്തമിഉന അദാൻ അവ്വൽ ثم يتهيأ للصلاة ويأتي للمسجد الجامع, കാരണം ആളുകൾ ഒന്നാമത്തെ ഈ ബാങ്ക് കേൾക്കുകയും അപ്പം ജുമഅക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയും അങ്ങനെ അവർ ഒരുങ്ങി തയ്യാറായി പള്ളിയിലേക്ക് വരികയും ചെയ്യുന്നു. അതാണ് വേണ്ടത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് മൊത്തത്തിൽ പറയുമ്പോൾ ജുമഅക്കും ബാങ്കും ഇഖാമത്തും വാജിബാണ്. അതിൽ നിർബന്ധമായുമുള്ളത് നമ്മളൊക്കെ നിർവഹിക്കുന്ന നബി തങ്ങളുടെയും സിദ്ദീഖുകളുടെയും ഉമർ ഖത്താബിന്റെയും കാലത്ത് നടന്ന ആ ഒരു ബാങ്ക്, അത് ഉസ്മാൻ അഫ്ഫാന്റെ കാലത്തോട് ശേഷമുണ്ട്. അതാണ് നിർബന്ധമായിട്ടുള്ളത്. മറ്റത് ജനങ്ങൾക്ക് അറിയിപ്പാണ്, അത് സുന്നത്താണ് എന്ന് പറഞ്ഞു. സന്ദർഭവും സാഹചര്യവും അത് തേടുന്നുവെങ്കിൽ ഉസ്മാൻ അഫ്ഫാന്റെ ഒരു സുന്നത്തെ നമുക്ക് നടപ്പാക്കാം. അല്ല, അതിന് പ്രത്യേകിച്ച് സാഹചര്യമില്ല, ആവശ്യമില്ല, അത് പ്രയോജനമില്ല എന്നാണെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും വിരോധമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ ബാങ്ക് ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പോ 3/4 മണിക്കൂർ മുമ്പോ ഒക്കെയായി ഉള്ള ഒരു വിളംബരമാണ്. ബാങ്കാണെങ്കിലും ആ സമയത്താണ് വേണ്ടത്. ആളുകൾക്ക് അത് കേട്ട് ജുമയ്ക്ക് വരാൻ വേണ്ടി ഒരുങ്ങി ഒന്ന് കുളിച്ച് വസ്ത്രമൊക്കെ മാറി ജുമയ്ക്ക് വരാൻ സൗകര്യപ്പെടാൻ നല്ലത് ഒരല്പം നേരത്തെ അത് വിളിക്കലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. വല്ലാഹു അഅലം. അപ്പോൾ ഇൻഷാ അല്ലാഹ് റമദാന് മുമ്പത്തെ ക്ലാസ് നമ്മളിവിടെ തൽക്കാലം ഇന്നത്തോടെ അവസാനിക്കും. റമദാൻ ഫുൾ നമ്മൾ ക്ലാസ് തന്നെയാണല്ലോ. റമദാൻ അല്ലാത്ത ആഴ്ച 2 ദിവസമേ ഉള്ളൂ. റമദാനാകുമ്പോൾ അതല്ല, നമുക്ക് ധാരാളം ക്ലാസ്സുകൾ കിട്ടും. ഏതായാലും റമദാൻ അൽഹംദുലില്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് ആയുഷ്കാലത്തിനിടയിൽ ഒരു റമദാന് കൂടി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ന് നാളെയൊക്കെ മരിച്ചാൽ അത് കിട്ടൂല. ഏതാണ്ട് അതിന് തൊട്ടടുത്ത് എത്തിനിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഷഅബാൻ 26 ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഷഅബാൻ 26. അപ്പോൾ തിങ്കളാഴ്ചയാണ് 29. തിങ്കളാഴ്ച മാസം കണ്ടാൽ ചൊവ്വാഴ്ച റമദാൻ 1 മാസം കണ്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച ഷഅബാൻ 30 അപ്പോൾ ബുധനാഴ്ച റമദാൻ 1 1 മണിക്കൂർ സമയം സൂര്യാസ്തമയ ശേഷം ചന്ദ്രൻ ചക്രവാളത്തിലുണ്ടാകും ദൃശ്യയോഗ്യമായിക്കൊണ്ട് തിങ്കളാഴ്ച സൂര്യാസ്തമിച്ചാലും, തിങ്കളാഴ്ച ഇപ്പോൾ സൂര്യാസ്തമയം 6:38 മഗ്രിബ്. ഇപ്പോൾ തിങ്കളാഴ്ച സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 7:45 വരെ ചന്ദ്രൻ നല്ല വലിപ്പത്തിൽ ദൃശ്യയോഗ്യമായിക്കൊണ്ട് തന്നെ ഉണ്ടാകുമെന്നാണ് ആ മേഖലയിൽ അറിവുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ കാണാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. ഇനി ശക്തമായ മഴ ഉണ്ടായി ഒന്നാകെ കാർമേഘം മൂടി എങ്കിൽ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഫൈൻ ഹും അലൈക്കും ഫഅക്മിലു ഇദ്ദത ശഅബാന 30, നിങ്ങൾക്ക് മേഘം മൂടിയാൽ ഷഅബാൻ നിങ്ങൾ 30 എണ്ണം പൂർത്തിയാക്കുക എന്ന് നബി തങ്ങൾ പറഞ്ഞ വ്യക്തമായ ഹദീസാണ്. ലാ തസൂമു ഹത്താ തറവുൽ ഹിലാല വലാ തുഫ്തിറു ഹത്താ തറവുൽ ഹിലാല, മാസം കണ്ടാലല്ലാതെ നിങ്ങൾ നോമ്പെടുക്കരുത്, മാസം കണ്ടാലല്ലാതെ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും അതായത് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യരുത് എന്നും വ്യക്തമായ ഹദീസാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച കാണാൻ തന്നെയാണ് സാധ്യത. കൂടുതൽ 1 മണിക്കൂറിലേറെ ഉദയമുണ്ട്, ദൃശ്യയോഗ്യമായ വലിപ്പമുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ
കാണാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും 90% ചൊവ്വാഴ്ച റമദാൻ ഒന്നായിരിക്കും. തിങ്കളാഴ്ച മഗ്‌രിബോട് കൂടി റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക. എല്ലാ കൊല്ലവും റമദാൻ വന്ന് പോണ പോലെ അങ്ങനെ വന്നു പോയാൽ പോരാ, കുറേയൊക്കെ നമ്മൾ ചെയ്യലുണ്ട്. എന്നാലും ഒന്നുകൂടെ നേരത്തെ ആസൂത്രണം ചെയ്ത് എന്തൊക്കെ ഒരുങ്ങണോ അതൊക്കെ ഒന്ന് ആലോചിച്ച് അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താൻ ഞാൻ നിങ്ങളുമൊക്കെ തയ്യാറാവണം, പ്രാർത്ഥിക്കണം. റമദാൻ വലിയ നേട്ടമാണ് ജീവിതത്തിൽ. അതുകൊണ്ട് ആ നേട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടണം. അതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ വലിയ നഷ്ടം തന്നെയാണ്. അല്ലാഹു തആല എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.